നിങ്ങളുടെ ഈ തലമുറയിൽ എന്താണ് വേണ്ടുന്നത് എന്ന കാര്യവും രണ്ടാമത് നിങ്ങൾ കേട്ടു. ഒന്നാമത് ഞാൻ see how many minutes we have more. ഒരു മണിക്ക് നിങ്ങളെ വിടണി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അല്ലേ? ആ സമയത്തിനിടയ്ക്ക് വെച്ച് നിങ്ങളുടെ പ്രമേയത്തെ തന്നെ തൊട്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇരുന്നാൽ മതി. മനസ്സിലാക്കുന്ന നിങ്ങൾ മനസ്സിലാക്കട്ടെ. നമ്മുടെ ചിന്താതലങ്ങൾ, അങ്ങനെ ചിന്താതലങ്ങളിലും ആശയങ്ങളിലും വ്യത്യസ്തമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് സമൂഹത്തിലെയോ വ്യക്തികളുടെ വിശ്വാസത്തിന്റെ തലങ്ങൾ തമ്മിൽ സമനിലയിലാക്കുകയാണ് ഇന്നത്തെ സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഒന്നാമത് മനസ്സിലാക്കുക, ലെവലിംഗ് അപ്പ് ഈ തീമിനെ ഞാൻ എക്സ്പ്രസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എ പേഴ്സൺ has his or her own aspiration towards growth and improvement for an equity level. തുല്യതയ്ക്ക് വേണ്ടി വളരേണ്ടതിന് താല്പര്യപ്പെടുന്ന ആസ്പിറേഷൻ ഉണ്ടാകുന്ന ഒരു തീമാണ് നാം ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ സംഘാടകർക്ക് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വിശ്വാസത്തിന്റെ തലങ്ങളെയും പിന്നെയോ ചിന്താതലങ്ങളെയും വ്യത്യസ്തമുള്ള ആളുകൾ ഉയർച്ചയിലേക്ക് കടന്നു വന്ന് ആ വ്യത്യാസം പ്രകടമാണെന്ന് തിരിച്ചറിയുകയും അവയെ സമനിലയിലാക്കുവാൻ ആഗ്രഹിക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോം, ഇതുപോലെയുള്ള യൂത്ത് റിട്രീറ്റുകൾ, സെമിനാറുകൾ. നമ്മളുടെ വളർച്ചയും ഉയർച്ചയും എങ്ങനെ മെച്ചപ്പെടുത്തുവാൻ കഴിയും, ഞങ്ങളത് ആഗ്രഹിക്കുന്നു എന്ന തിരിച്ചറിവിന്റെ ഒരു ടൈറ്റിലാണ് ലെവലിംഗ് അപ്പ്. ഈ ടൈറ്റിൽ ഉയർത്തുന്ന കൗതുകകരമായ ആശയം, നിങ്ങൾക്ക് ഒരു പൊട്ടൻഷ്യൽ ശേഷിയുണ്ട്, നിങ്ങൾക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, സാധ്യതയുണ്ട്, നിങ്ങൾക്ക് കരുത്തുണ്ട്. നിങ്ങളുടെ സാധ്യതയും കരുത്തും ഉപയോഗിച്ച് നിങ്ങൾ തന്നെ സ്വയം റിയലൈസ് ആക്കി നിങ്ങളെ വിടുകയാണ്, സ്വയം തിരിച്ചറിവുള്ളവരാക്കി നിങ്ങളെ മടക്കി വിടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾ സ്വയം ഉയരേണ്ടതിനും സമനിലയിലെത്തേണ്ടതിനും. ഏതിന്റെ സമനിലയിൽ? ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ട്രെൻഡുകൾക്കൊപ്പം നിങ്ങൾ എത്തേണ്ടതിനും വേണ്ടി നിങ്ങളെ തിരിച്ചറിവുള്ളവരാക്കി നിർത്തി മടക്കി വിടുവാനാണ് ആഗ്രഹിക്കുന്നത്. സോ എന്റെ ഇന്നത്തെ പേപ്പർ അഡ്രസ് ചെയ്യുന്നത് ഈ ടൈറ്റിലാണ്, എ ബിബ്ലിക്കലി ഫ്രെയിംഡ് തിയോളജിക്കൽ എൻഗേജ്മെന്റ് വിത്ത് പോസ്റ്റ് മോഡേണിസം. എ ബിബ്ലിക്കലി ഫ്രെയിംഡ് തിയോളജിക്കൽ എൻഗേജ്മെന്റ് വിത്ത് പോസ്റ്റ് മോഡേണിസം. ഇന്നത്തെ എന്റെ പേപ്പർ അഡ്രസ് ചെയ്യുന്ന ചുരുക്കം മിനിറ്റുകൾ കൊണ്ട് വളരെ പ്രധാനപ്പെട്ടതും ആഴമായതുമായ വെല്ലുവിളികളെ കുറിച്ചാണ്. പോസ്റ്റ് മോഡേൺ, ആധുനിക കാലഘട്ടം അല്ലെങ്കിൽ ആധുനികതയ്ക്ക് ശേഷം വളർന്നു വന്നിരിക്കുന്ന ഐഡിയോളജിക്കലായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന സ്വാധീനങ്ങൾ സമകാലിക സഭയിൽ
എങ്ങനെ വെല്ലുവിളി ഉണ്ടായിരിക്കുന്നുവെന്നും ഇന്റർ ജനറേഷണൽ ഗ്യാപ്പ്, അതായത് വീട്ടിൽ മാതാപിതാക്കള്, കൊച്ചു കുഞ്ഞുങ്ങൾ, ഇടത്തരക്കാര്, ഈ ജനറേഷന്റെ പേരാണ് ഇന്റർ ജനറേഷൻ. പാസ്റ്റേഴ്സ് പറയുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ സഭയിൽ അപ്പനും അമ്മയ്ക്കും മനസ്സിലാകും, കിഡ്സിന് മനസ്സിലാകത്തില്ല, യൂത്ത്സിന് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇന്റർ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇന്ന് ദൈവസഭകളിൽ നിലനിൽക്കുന്ന പ്രധാന ഇഷ്യൂ ആണ്. ഒത്തിരി കുട്ടികൾ അതിനെക്കുറിച്ച് തിസീസ് എഴുതുന്നുണ്ട്, പ്രബന്ധങ്ങൾ എഴുതുന്നുണ്ട്. പിന്നെ ട്രാൻസ് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്, അതും ഇന്റർ ജനറേഷൻ ഗ്യാപ്പ് പോലെ ഒന്നുള്ളതാണ്. ആധുനികതയുടെ, അതായത് നമ്മുടെ മക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്കും വിദ്യാഭ്യാസം ഇല്ല, അവർ ഇഡിയറ്റ് ആണ്, അവർക്ക് മനസ്സിലാകത്തില്ല, മൂപ്പിലാനെ കൺവിൻസ് ചെയ്യാൻ പ്രയാസമാണ്, തള്ളയെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാം, ഇങ്ങനെയുള്ള ലാംഗ്വേജ് ഞങ്ങളുടെ സൈഡിലേക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അത് എന്ന് പറയുന്നത് ഇന്റർ ജനറേഷൻ ഗ്യാപ്പാണ്. അത് ആധുനിക സഭയിൽ ഇന്ന് നിലനിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് സഭയ്ക്കകത്ത് കിഡ്സ് ചർച്ച് എന്നും പറഞ്ഞ് വേറെ ചർച്ച്, യൂത്ത് ചർച്ച് എന്നും പറഞ്ഞ് വേറെ ചർച്ച്. ഇവിടെയല്ല, വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്യൻ കൺട്രീസിൽ അങ്ങനെ. പിന്നെ ഓൾഡ് ഏജ് ആളുകൾക്ക് വേണ്ടി മലയാളം സർവീസ്, ഇംഗ്ലീഷ് മാത്രം അറിയാവുന്നവർക്കുണ്ട് ഇംഗ്ലീഷ് സർവീസ്. ചർച്ച് ഈസ് ആക്ച്വലി ഫ്രാഗ്മെന്റഡ് ടുഡേ ഇൻ ദ പോസ്റ്റ് മോഡേൺ വേൾഡ്. This aspect is to be noticed that the new value structures and systems that are emerged in our social context is moving and making church to be imperfect in every sense. ഒരു പെർഫെക്ഷനിലേക്ക് പോകേണ്ടുന്ന സഭയ്ക്ക് ഇന്റർ ജനറേഷൻ ഗ്യാപ്പുകളും ഇതുപോലുള്ള വിഷയങ്ങളും വന്നുകൊണ്ട് ദൈവസഭയ്ക്കകത്തെ വാല്യൂ സ്ട്രക്ചറിന് മാറ്റം വരുന്നത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സഭയ്ക്ക് ശിശുത്വം, ക്രിസ്ത്യൻ ഐഡന്റിറ്റി, ക്രിസ്തുവിൽ തികവുള്ളവരാക്കുക എന്ന സഭയുടെ ഉത്തരവാദിത്വത്തിന് എതിരായുള്ള എല്ലാ മൂല്യങ്ങളെയും, എല്ലാ അപകടപ്പെടുത്തുന്ന വസ്തുക്കളെയും കുറിച്ച് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ജനറേഷൻ നിങ്ങൾക്കറിയാം, എനിക്കും നന്നായി അറിയാവുന്നതാണ്, സ്കെപ്റ്റിക്കൽ ഏജ് ആണ്. എല്ലാം സംശയത്തോടു കൂടി മാത്രമേ വീക്ഷിക്കുകയുള്ളൂ. പബ്ലിക്കായിട്ട് പീപ്പിൾ വിൽ ഡീപ്ലി സ്കെപ്റ്റിക്കൽ. അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഗോസ്പലൈസേഷനോ ഇവാഞ്ചലൈസേഷനോ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ സംശയമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചലഞ്ച്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അന്യോന്യം വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ചലഞ്ച് എന്ന് പറയുന്ന വെല്ലുവിളി നമ്മളുടെ മുൻപിലുണ്ട്. അതായത് 1990 ശേഷം ജനിക്കപ്പെട്ട തലമുറ ഡിജിറ്റൽ തലമുറയാണ്. കമ്പ്യൂട്ടറും മറ്റിതര സംഗതികളുമാണ് കൂടുതലായി അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവരുടെ അറിവിന്റെ തലം വളരെ എബവ് ആണ്. സംശയാസ്പദമായ ഒരു കമ്മ്യൂണിറ്റിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ ഒരാളോട് വഴി ചോദിച്ചാൽ തന്നെ അദ്ദേഹം പറഞ്ഞെന്ന വഴി ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ രണ്ടാമത് മൂന്നാമത് മറ്റു പലരോടും ചോദിക്കും. എന്താ കാര്യം? നമുക്ക് വിശ്വാസമില്ല, വിശ്വസിക്കാൻ പറ്റത്തുമില്ല. ഇങ്ങനെ ഒരു ചലഞ്ച് ദൈവസഭയ്ക്കകത്ത് നിൽക്കുന്നുണ്ട്. ബിക്കോസ് ലോജിക് ഓഫ് ദ പീപ്പിൾ ഡിഫറെന്റ്. നമ്മളുടെ ഓരോരുത്തരെയും യുക്തി വ്യത്യാസമാണ്. അതുകൊണ്ട് ആരെയും എന്തില്ല, വിശ്വാസമില്ല, സംശയം. ഫസ്റ്റ് വൺ ഈസ് ജനറേഷൻ, സെക്കൻഡ് വൺ ഈസ് സ്കെപ്റ്റിക്കൽ ഏജ്. അപ്പൊ വേദപുസ്തകത്തിന്റെ പ്രസക്തിയും രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തിയുടെ പ്രസക്തിയും ഈ കാലഘട്ടത്തിൽ എങ്ങനെ മൂല്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പരിശ്രമിക്കുന്നത്. ഈ പോസ്റ്റ് മോഡേൺ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കേണ്ടുന്ന ഒന്ന് സ്കെപ്റ്റിക്കൽ ഏജ്, സ്കെപ്റ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പോസ്റ്റ് മോഡേൺ ഏജ്. രണ്ടാമത്തതെന്ന് പറയുന്നത് നോമിനലിസം, നാമധേയം, പേരിന് വേണ്ടി മാത്രം. ലേബൽ ഉണ്ട്, എന്തുണ്ട്? നെയിം ഉണ്ട്. അതായത് ലേബൽ ഉണ്ട്, നെയിം ഉണ്ട്, പക്ഷെ എസൻസ് ഇല്ല. ലേബൽ ഉണ്ട്, നെയിം ഉണ്ട്, പേരുണ്ട്, പിന്നെയോ പേരുമുണ്ട്, അതിന്റെ മുദ്രയും ഉണ്ട്, പക്ഷെ എന്തില്ല? എസൻസ് ഇല്ല. ക്രിസ്ത്യാനിയാണ്, ക്രിസ്തു ഇല്ല. വിശ്വാസിയാണ്, വിശ്വാസമില്ല. ദൈവപൈതലാണ്, ദൈവമില്ല. ഇങ്ങനെ എന്തുണ്ട്? നെയിം ഉണ്ട്, എസൻസ് ഇല്ല. അങ്ങനെയുള്ള ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സഭയ്ക്കകത്ത് കറപ്ഷൻ പ്രവേശിക്കുന്നത്. മിസ്യൂസ് ഓഫ് മണി, കറപ്ഷൻ, അതോറിറ്റി ആൻഡ് പവർ മിസ്യൂസ് ചെയ്യുക. അങ്ങനെ അനേകരുടെ പേഴ്സണാലിറ്റിയെയും അനേകരുടെ വ്യക്തിത്വങ്ങളെയും ഹനിക്കുന്ന രീതിയിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. ബിലീവേഴ്സ് ആണ്, നോ ഫെയ്ത്ത്. ബിലീവേഴ്സ് ആണ്, നോ റെസ്പെക്ട്. അങ്ങനെ പോകുന്ന ട്രസ്റ്റിൽ നിന്ന് നാം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഞാൻ ഒരാളോട് ചോദിച്ചു, ഒരു പാസ്റ്ററോട് ചോദിച്ചു. ഇവിടെയല്ല, സെക്കൻഡ് സൈഡില്. ഞാൻ വടക്കൻ സൈഡിൽ ആദ്യമായിട്ടാണ് വരുന്നത്.
അതുകൊണ്ടാണ് എന്നെ ആദ്യമായിട്ട് ഇവിടെ പാദം കുത്തി സുവിശേഷം അറിയിക്കാൻ, ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയപ്പോൾ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ച് ഇന്നലെ രാത്രി ഞാൻ അതിനായി കടന്നു വന്നു. വടക്കൻ സൈഡിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സാക്ഷിയാകുന്ന ദിസ് ഇസ് മൈ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി. I consider it as a great privilege and I appreciate the brothers and pastors who invited me to touch my feet in the northern part of Kerala. So I praise God for that. മൂന്നാമത്തെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്നത്തെ തലമുറ, ഞാൻ ചോദിച്ചു ഒരാളോട് ചോദിച്ചു, ഏറ്റവും കൂടുതൽ പ്രയാസം എന്താ? സ്കൂളിൽ പഠിക്കുന്നതാണോ, PhD എടുക്കുന്നതാണോ, വസ്ത്രത്തിന്റെ സ്റ്റൈല് മാറ്റുന്നതാണോ, മെക്കാനിക്കാണോ? ഒരാൾ എന്നോട് പറഞ്ഞത്, ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞത് എന്താണെന്നറിയാമോ? സർ, മാനേജിങ് ചർച്ച് ഓർ ഓർഗനൈസേഷൻ ഈസ് ദ മോസ്റ്റ് ചലഞ്ചിങ്. മാനേജിങ് എ ചർച്ച് ഓർ ആൻ ഓർഗനൈസേഷൻ ഈസ് ദ മോസ്റ്റ് ചലഞ്ചിങ്. ഇത് എൻ്റെ ഒരു സ്റ്റുഡന്റ് തന്നെ പറഞ്ഞാണ്. അദ്ദേഹത്തിന്റെ ഫാദർ പാസ്റ്ററാണ്, അദ്ദേഹത്തിന്റെ അളിയന്മാരെല്ലാം ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നതാണ്. ഇവരിൽ നിന്നെല്ലാം കൂടെ ഫീഡ്ബാക്ക് കിട്ടിയതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്, മാനേജിങ് ചർച്ച് ഓർ ഓർഗനൈസേഷൻ ഈസ് ദ മോസ്റ്റ് ചലഞ്ചിങ് ടുഡേ. എന്താ കാര്യം? ആർക്കും ആരെയും വിശ്വാസമില്ല, പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഏറ്റെടുക്കത്തില്ല, എല്ലാം ഫേസ് വാല്യൂവിന് മാത്രം എടുക്കും. പിന്നെ നെയിം ഉണ്ട്, എസൻസ് ഇല്ല, എല്ലാം നാമധേയത്തിന് വേണ്ടി മാത്രം ചെയ്യും, പ്രൊഫഷണലായി പോകുന്നു, സീരിയസ് ആകുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നു? മൂല്യം നഷ്ടപ്പെടുന്നു. ഈ സിറ്റുവേഷനിലാണ് ഇന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈസ് അണ്ടർഗോയിങ്. സോ therefore ഫാമിലി വാല്യൂസ് ഇല്ലാതെ പോകുന്നു. ഈ കാരണങ്ങളാൽ എന്ത് നഷ്ടപ്പെടുന്നു? ഫാമിലി വാല്യൂസ് നഷ്ടപ്പെടുന്നു. കുട്ടികൾക്ക് ലോൺലിനെസ് ഉണ്ടാകുന്നു, പേരൻസിന് ലോൺലിനെസ് ഉണ്ടാകുന്നു. എൻ്റെ മകൾ വന്നൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ കൊള്ളാമെന്ന് അമ്മമാർ വിചാരിക്കുന്നു, എൻ്റെ മകൻ വന്ന് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ കൊള്ളാമെന്ന് അപ്പന്മാർ വിചാരിക്കുന്നു. പീപ്പിൾ ആർ ഇൻഡിവിജ്വലി ഐസൊലേറ്റഡ് ആൻഡ് റിജക്റ്റഡ് വിത്തിൻ ദി ഫാമിലി സ്ട്രക്ചർ. ഒരു കുടുംബത്തിന്റെ ഫാമിലി സ്ട്രക്ചറിനകത്ത് തന്നെ എന്ത് ചെയ്യുന്നു? പലരും റിജക്റ്റഡ് ആണ്, ഐസൊലേറ്റഡ് ആണ്, ലോൺലി ആണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ സവിശേഷത. അതുകൊണ്ട് കഴിഞ്ഞ 2 നൂറ്റാണ്ടായി വേദശാസ്ത്രം, വിശ്വാസ പ്രമാണങ്ങളും മിഷൻ വർക്കുകളും അടിസ്ഥാനമാക്കി വെസ്റ്റേൺ കോണ്ടെക്സ്റ്റിൽ നിന്ന് യുക്തിസഹജമായി, ബുദ്ധിപരമായി, ശാസ്ത്രീയമായി ഉരുത്തിരിഞ്ഞു വന്ന വേദശാസ്ത്രങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിന്റെ പ്രമാണങ്ങൾ അടിത്തറയുറച്ചുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള രൂപാന്തരം ഉണ്ടാകണം. യുക്തിയും ബുദ്ധിയും ദൈവം നൽകിത്തന്നതാണ്, ശാസ്ത്രീയതയും തത്വശാസ്ത്രവും ദൈവം നൽകിത്തന്നതാണ്. ഇവിടെ ആവിർഭാവത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനത്തോടും വേഗത്തോടും കൂടി നിങ്ങളുടെ പെർഫോമൻസ്, നമ്മുടെ പെർഫോമൻസ് ഉണ്ടാകുമെങ്കിൽ നാളെ ശക്തരായ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യം മറക്കരുത്. ഞാൻ പറയാറുണ്ട്, കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളുടെ തലമുറകൾ നാളെ IAS-കാരും IPS-കാരും ഇതുപോലെയുള്ള ഗവൺമെന്റ് കീ ഓഫീസസിൽ നമ്മുടെ തലമുറകൾ, നമ്മുടെ ഡിനോമിനേഷനിൽ തലമുറകൾ പെന്റക്കോസ്റ്റൽ യങ്സ്റ്റേഴ്സ് കയറി പ്ലേസ്മെന്റിൽ ഇരിക്കാമെങ്കിൽ നമുക്കൊരു മൈക്ക് സാങ്ഷനോ, ഒരു സെമിത്തേരിക്ക് സാങ്ഷനോ, ഒരു ചർച്ച് ബിൽഡിംഗ് കൺസ്ട്രക്ഷനോ, ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു പെർമിഷനോ എന്തെങ്കിലും വേണ്ടെങ്കിൽ അത് എന്റെയും കൂടെ ഭാഗമാണെന്ന് പറഞ്ഞ് അവിടെ എന്ത് ചെയ്യാൻ ആള് കാണുമെന്നറിയാമോ? നമ്മുടെ ആളുകൾ കാണും. അതുകൊണ്ട് നമ്മുടെ തലമുറകൾ ബുദ്ധിപരമായും യുക്തിപരമായും ശാസ്ത്രപരമായും ടെക്നോളജിയിലും എല്ലാം ഉയർന്നു വരികയും ദൈവനിഷേധികളാകാതെ ഇവിടെ ആവിർഭാവത്തിൽ നിന്നും ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും വേണ്ടി നല്ലവരായി തീരുവാൻ ജ്ഞാനോദയം പ്രാപിച്ചവരായി വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശം സഭകൾക്കുണ്ട്, പാസ്റ്റേഴ്സിനുണ്ട്, യങ് ആളുകളുടെ ഇടയിൽ, യൂത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ആ ഡൈക്കോട്ടമി മനസ്സിലാക്കുക. അനേകർക്ക് കരച്ചിലുണ്ട്, പക്ഷേ കണ്ണുനീരില്ല. പിന്നെ എന്ത് ചെയ്യും? വിശ്വാസമുണ്ട്, പ്രവൃത്തിയില്ല. പിന്നെയോ പ്രഖ്യാപനമുണ്ട്, പേരിലില്ല, അത് ആക്ഷനിലില്ല. ഇങ്ങനെയുള്ള ചില വിയോജിപ്പുകൾ നമ്മളുടെ ഇടയിൽ ധാരാളമുണ്ട്. അവയെല്ലാം, ആ ഗ്യാപ്പുകളെ നാം മേർജ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കൊരു ലെവലിംഗ് അപ്പ് ഉണ്ടാകുക. മനസ്സിലാകുന്നുണ്ടോ? ഇതുവരെ നിങ്ങൾ കേട്ട പാറ്റേണിലല്ല ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 40-45 മിനിറ്റ് പെർസെപ്ഷൻ ലെവലിൽ തന്നെ, കൺസെപ്റ്റിന്റെ പെർസെപ്ഷൻ ലെവലിൽ തന്നെ പ്രസന്റ് ചെയ്യുക. എനിക്കറിയാം, അണ്ടർ ഏജിലുള്ള കുഞ്ഞുങ്ങൾക്ക്, 14 വയസ്സിൽ താഴെയുള്ളവർക്ക് ഒരു പക്ഷേ ക്യാച്ചപ്പ് ചെയ്യാൻ കഴിയത്തില്ലെന്ന് എനിക്കറിയാം. എങ്കിലും അതിന് മുകളിലുള്ള ഏജ് ഗ്രൂപ്പിന് ക്യാച്ചപ്പ് ചെയ്യുന്നെങ്കിൽ അത് നന്നായിരിക്കുമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ മോഡേൺ ഏജിന്റെ തിന്മകളെ ഈ ടോപ്പിക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ
ലെവലിംഗ് അപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് വിശ്വാസ പ്രമാണങ്ങൾ സംബന്ധിച്ചും നമ്മുടെ സഭയുടെ ഡോക്ട്രിൻ സംബന്ധിച്ചും വേദപുസ്തകാചാര പ്രകാരവും നമുക്ക് എന്തുണ്ടെന്നറിയാമോ? പല പല ഡിഫിഷ്യൻസീസ് ഉണ്ട്. ആ ഡിഫിഷ്യൻസീസിനെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് മേക്കപ്പ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ അതിനെ ലെവലിംഗ് അപ്പിന് ഒരു ഡെഫിനിഷൻ ഞാൻ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു താല്പര്യം ഇതാണ്. ഇന്നത്തെ സഭയ്ക്കും ശിശുത്വത്തിനും ക്രിസ്ത്യൻ മച്യൂരിറ്റിക്കും പെർഫെക്റ്റിംഗ് ടു മേക്ക് പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് എന്ന ടാസ്ക് ക്രിസ്തുവിൽ തികവുള്ളവരാക്കുക എന്ന സഭയുടെ ഉത്തരവാദിത്വത്തിനെതിരായി അവയെ ഹനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന വസ്തുക്കളെ കുറിച്ച് നാം മനസ്സിലാക്കുകയും അവയ്ക്കെതിരായി നാം പോരാടി വിജയിക്കുകയും ചെയ്യുന്നതാണ് ലെവലിംഗ് അപ്പ് എന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ഇന്ന് കടന്നു വന്ന നിങ്ങൾ ആശയപരമായും യുക്തിപരമായും ബുദ്ധിപരമായും നിങ്ങൾക്കും എനിക്കും നല്ലൊരു മാറ്റം ഉണ്ടാകണം. ഞാൻ അതിന് അങ്ങനെ മാറ്റമുണ്ടായ ഒരാളെ വ്യക്തമായി ബൈബിളിൽ നിന്ന് കാണിച്ചു തരാം. ആ കാണിക്കുന്നയാളുടെ പേര് നിങ്ങൾക്കറിയാം, അപ്പോസ്തലൻ പോൾ ആണ്. അദ്ദേഹം ഏറ്റവും വലിയ ഫിലോസഫർ ആയിരുന്നു. അരിസ്റ്റോട്ടിൽ, ഗമാലിയേൽ എന്ന് പറയുന്ന ആളുകളുടെ ഗ്രീക്ക് ഫിലോസഫി നന്നായി സ്പെഷ്യലൈസ് ചെയ്ത ആളാണ് ഞാൻ ഒത്തിരി ആഴത്തിലേക്ക് ഇറങ്ങി പോകുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള ഒരാൾക്ക് മെന്റൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. ട്രാൻസ്ഫോമിങ് ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിനുണ്ടായി. വാട്ട് ആർ ദ ഇൻഫ്ലുവൻസസ് ദാറ്റ് ട്രാൻസ്ഫോംസ് എ പേഴ്സൺ? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ദാസൻ ജെയിംസ് സാറ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, എങ്ങനെയാണ് ട്രാൻസ്ഫോം. ഒരാള് നല്ല സോഫ്റ്റ് ആയി നിങ്ങളോട് മൃദുലമായി സംസാരിക്കുന്നു. നമ്മൾ പറയത്തില്ലേ, വളരെ മൃദുലമായി നമ്മൾ പഞ്ചാര ഒലിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു, അതിനകത്ത് ലാംഗ്വേജിൽ വീണു പോകുന്നു. പിന്നീട് ആ വ്യക്തിക്ക് അതിൽ നിന്ന് ഊരി വരാൻ ഒക്കാതെ വരുന്നു. പിന്നെ അത് കറ്റാസ്ട്രഫി ആയി പോകുന്നു. അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് വേണ്ടിയിട്ട് മെന്റൽ ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്ക് ആവശ്യം. വി നീഡ് ടു ഹാവ് എ മെന്റൽ ട്രാൻസ്ഫോർമേഷൻ. ബെസ്റ്റ് എക്സാമ്പിൾ ഇൻ ദ ബൈബിൾ ഈസ് Acts chapter 9 verses 17 and 18. Book of Acts chapter 9 verses 17 and 18. There was actually a mental transformation is taken place in a person that is none other than Apostle Paul. His name was Saul. മോഡേണിസവും ലോജിക്കും റാഷണാലിറ്റിയും നിലനിന്ന സമയമാണ്. ഹി വാസ് എ ഡിസ്റ്റിങ്ക്ട് സ്കോളർ ഇൻ എവരി ഡോമിനൻസ് ഓഫ് ഏരിയ. അദ്ദേഹത്തിന്റെ മൈൻഡ് ഒരു മോഡേൺ ഫിലോസഫിക്കൽ മൈൻഡായിരുന്നു. ഹ്യൂമൻ ആണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് ആവശ്യമായിരിക്കുന്ന സെന്റർ എന്ന് പറയുന്ന ഹ്യൂമൻ മൈൻഡാണ്. ഗോഡ് ഈസ് ദ സെന്റർ ആൻഡ് ഗോഡ് ഈസ് ദ സുപ്രീം. ഗോഡ് ഈസ് ദ ഒബ്ജക്റ്റ് ഓഫ് എവറിഥിങ്. എന്നാൽ അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ ദൈവത്തിൽ നിന്ന് ആകാശത്ത് നിന്ന് ഒരു ലൈറ്റ് ഉണ്ടാകുകയും ലൈറ്റ് അടിക്കുകയും ആ ലൈറ്റ് തന്റെ കണ്ണിനെ ബ്ലൈൻഡ് ആക്കുകയും താഴെ വീഴുകയും 3 days താൻ എന്തോന്നു, താൻ നിമ്പാകുന്നു. അതാ താൻ 3 ദിവസത്തേക്ക് മ്യൂട്ട് ആകുന്നു. താൻ ഓൾമോസ്റ്റ് മ്യൂട്ടഡ് ബൈ ഹെവൻലി കൺട്രോൾ. അത്യുന്നതനായ ദൈവത്തിന്റെ കൺട്രോൾ കൊണ്ട് മ്യൂട്ടാക്കപ്പെട്ട ചരിത്രം വേദപുസ്തകത്തിൽ 2 ഇടത്തുണ്ടെന്ന്. നിനക്ക് മകൻ ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ ഞാൻ സക്കറിയ പുരോഹിതനോട് പറഞ്ഞു. ഗാഡ് അവനെ മ്യൂട്ട് ചെയ്തു. മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു, ഈ കൊച്ചിന് എന്ന് പേരിടുന്നു അന്ന് മാത്രമേ നിന്റെ നാവുകൊണ്ട് നിനക്ക് സംസാരിക്കാനൊക്കത്തുള്ളൂ. ദൈവം ചിലരെ മ്യൂട്ട് ചെയ്യും. Don't open your mouth till there is a period conditioned by God. ദൈവം നിശ്ചയിച്ചത് വരെയും മ്യൂട്ട് ചെയ്യും. അങ്ങനെ മ്യൂട്ട് ചെയ്താണ് സക്കറിയാവ്. യോഹന്നാൻ എന്ന പേര് സ്ലേറ്റിൽ എഴുതി കാണിച്ചു. അവന് പേര് ചൊല്ലി വിളിച്ചതിന് ശേഷം അവന്റെ മ്യൂട്ടിനെ ആര് മാറ്റി? ദൈവം തമ്പുരാൻ എടുത്തു മാറ്റി. അതുപോലെയാണ് പൗലോസിനെ 3 days ദൈവം എന്ത് ചെയ്തു? ഐസിനെ, കണ്ണിന്റെ കാഴ്ച എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. അനന്യാസ് എന്ന് പ്രാർത്ഥിച്ചു. ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. കണ്ണിൽ നിന്ന് എന്ത് താഴെ വീണു? ചില ചിതമ്പല് പോലെ ചില താഴെ വീണു. തന്റെ കാഴ്ചയെ മടക്കി കിട്ടി. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, ഡിയർ ചിൽഡ്രൻ, ലിസൺ കെയർഫുള്ളി. Sometimes God will make you to undergo certain areas you to be mute. If God is muted you and me, then God will unmute in a later stage. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവം ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങളെ എന്നെയോ മ്യൂട്ട് ചെയ്താൽ പിന്നീട് ഒരു കാര്യത്തിൽ ദൈവം തമ്പുരാൻ തന്നെ നമ്മളെ അൺമ്യൂട്ട് ചെയ്യും. ദൈവം വഴി അടച്ചെങ്കിൽ ദൈവം വഴി തുറക്കും. ദൈവം ജ്ഞാനം ക്ലോസ് ചെയ്തെങ്കിൽ ദൈവം 2ാമത് തുറക്കും. ദൈവത്താൽ ഒരു ദുഃഖം വന്നാൽ ദൈവം അത് മേക്കപ്പ് ചെയ്യും. ദൈവത്തിന്റെ അറിവോടുകൂടി. അതാണ് ദൈവത്തിന്റെ ദാസന്മാര്, പ്രവാചകന്മാര് പറയുന്നത്. സീക്ക് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുക, ദൈവികതമെന്തെന്ന് ആരായുക,
ദൈവഹിതം ആരാഞ്ഞ് ദൈവത്തിന്റെ പെർമിഷനോടുകൂടി ചെയ്യുന്നതിനെല്ലാം ദൈവം എന്ത് ചെയ്തെന്ന് അറിയുമോ? വഴി വിശാലമായി തുറന്നു കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങളും ഞാനും എന്ത് ചെയ്യും? മോഡേൺ വേൾഡിൽ ഡിവൈൻലി അപ്രൂവ്ഡ് ആയിരിക്കുന്ന മകനും മകളുമായി ജീവിക്കും. ഈസ് ഇറ്റ് പോസിബിൾ? ഈ ട്രൂത്ത് എന്ന് പറയുന്നതാണ് ആളുകൾ വിശ്വസിക്കാത്തത്. സസ്പീഷൻ അവിടെയാണ്. ഞാൻ പറയാം, ഡാർവിന്റെ ബയോളജിക്കൽ ഇവല്യൂഷൻ എർത്തിലി ലൈഫ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ അറിവ് തരുന്നില്ല. ബയോളജിക്കൽ എവല്യൂഷൻ ഈസ് ദ ബേസിസ് ഓഫ് ഹ്യൂമൻ എർത്തിലി ലൈഫ്, ബട്ട് വൺ കനോട്ട് പ്രെഡിക്റ്റ് ഈവൻ ഹൗ ഹ്യൂമൻ അണ്ടർഗോ ബയോളജിക്കൽ ചേഞ്ചസ് എന്ന് വ്യക്തമായ അറിവ് തരുന്നില്ല. അപ്പോഴ് ദൈവത്തിൽ നിന്നാണ് ജീവൻ വന്നതെന്നും ദൈവം ജീവശ്വാസം മൂക്കിൽ ഊതിയാണ് മനുഷ്യനുണ്ടായെന്ന് പറഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ 100-200 വർഷം ഡാർവിന്റെ ബയോളജിക്കൽ എവല്യൂഷനാണ് ജീവന്റെ ഉത്ഭവം എന്ന് പഠിപ്പിച്ചു. ഇപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പഠിച്ചല്ലോ, നമ്മളെ ഈ സോളാർ അല്ലെങ്കിൽ എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് ഞങ്ങളൊക്കെ പഠിച്ചപ്പോൾ വളരെ എണ്ണം കുറവായിരുന്നു. ഇപ്പോൾ പറയുന്നു ഇഷ്ടം പോലെ ഗ്രഹങ്ങളുണ്ടെന്ന് നമ്മൾ കേൾക്കാൻ കഴിയുന്നു. അന്ന് ശൂന്യാകാശത്ത് എങ്ങും ഓക്സിജൻ ഇല്ലെന്നാ പഠിച്ചത് ഞങ്ങളൊക്കെ പഠിച്ചപ്പോൾ. ഇപ്പൊ അവിടെ ഇവിടെ എല്ലാം ഓക്സിജൻ ഉണ്ടെന്ന് കേൾക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം? സയൻസ് ഇറ്റ്സെൽഫ് ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ഫ്രം ലോവർ ലെവൽ ടു എ ഹയർ ലെവൽ. വെൻ ദ സയൻസ് ഈസ് ചേഞ്ചിങ്, people who are our students and youngsters who are learning under a university and in the high school levels, they are observing these things from the society. അങ്ങനെ അവർ അബ്സോർവ് ചെയ്യുന്ന പല കാര്യങ്ങൾ സംശയം ജനിപ്പിക്കുന്നതാണ്. ആ സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് സൺഡേ സ്കൂളിലൂടെയും യൂത്ത് ചലഞ്ചസുകളിലൂടെയും ആൻസർ ലഭിക്കണം. അങ്ങനെ മാത്രമേ നമ്മൾക്ക് ഈ തലമുറ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? വാർത്തെടുപ്പാൻ കഴിയത്തുള്ളൂ. രണ്ടാമത്, 100-200 വർഷം ഫ്ലൂയിഡിയൻ സൈക്കോളജി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്താണെന്നറിയാമോ? ഓൾ ഹ്യൂമൻ ബിഹേവിയർ ഈസ് കണ്ടീഷൻഡ് ബൈ സെക്ഷൽ എനർജി. ഈ കൊച്ചു പ്രായത്തിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉമ്മ കൊടുക്കുന്നത് തൊട്ട് 100 വയസ്സുള്ള അപ്പച്ചനും അമ്മച്ചിക്കും നമ്മൾ ഉമ്മ കൊടുക്കുന്നത് വരെ ബോഡി ബയോളജിക്കൽ ഒരു റിലേഷനിൽ ഒരു എനർജിയുടെ പാസിങ് ഔട്ട് ഉണ്ട്. എന്നാൽ യങ് പ്രായത്തിൽ നമ്മൾ കൊടുക്കുന്നതിൽ നിന്ന് കൺവേ ചെയ്യുന്ന എനർജി ഡിഫറെൻ്റ് ആണ്. ചെറുപ്രായത്തിൽ കൺവേ ചെയ്യുന്ന എനർജി ഡിഫറെൻ്റ് ആണ്. ഓൾഡ് ഏജിൽ കൺവേ ചെയ്യുന്ന എനർജി ഡിഫറെൻ്റ് ആണ്. എങ്കിലും നമ്മൾ ജെൻഡർ ആണാണ് പെണ്ണാണ് എന്നുള്ള അവബോധത്തോടു കൂടിയാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. ഈ ബോധത്തോടു കൂടി ബിഹേവിയർ നമ്മൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന കാര്യം എന്താണെന്നറിയാമോ? ഒരു അൺകോൺഷ്യസ് ഫോഴ്സ് നമ്മളിൽ നിന്ന് പ്രവർത്തിക്കും. നേരത്തെ പറഞ്ഞ ദേവദാസന്മാർ അതാ പറഞ്ഞേ, അൺകോൺഷ്യസ് ഫോഴ്സ് നമ്മളിൽ നിന്ന് പുറപ്പെടുകയും ആ ഫോഴ്സിലൂടെ നമുക്ക് തിരിച്ചറിയപ്പെട്ട റിയലൈസ് ചെയ്യപ്പെട്ട ബൗണ്ടറി മറക്കുകയും ജനങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? പാപത്തിലേക്ക് പോവുകയും ചെയ്യും. വേദപുസ്തകം ഏറ്റവും ഇഷ്ടപ്പെടാത്ത 3 പാപങ്ങളാണ്. 1 അഡൽട്ടറി അല്ലെങ്കിൽ വ്യഭിചാരം, 2 മദ്യപാനം, വേദപുസ്തകം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. 3 ഡ്രഗ്, ലഹരി. ഇന്നും ഈ 3 കാര്യവും അങ്ങനെ തന്നെയാണ്. ഇന്ന് ജനങ്ങൾ ലഹരിയുടെ പുറകെ പോന്നു, മദ്യപാനത്തിന്റെ പുറകെ പോന്നു, ഡ്രഗിന്റെ പുറകെ പോന്നു. പിന്നെയോ ഈ ഇതുപോലെയുള്ള വ്യഭിചാര കുറ്റങ്ങളുടെ മേളിൽ കടന്നു പോകുന്നു. TV തുറന്നാലും ന്യൂസ് പേപ്പർ തുറന്നാലും പൊളിറ്റിക്കൽ ലീഡേഴ്സ് മുതൽ എക്സിക്യൂട്ടീവ് ലീഡേഴ്സ് മുതൽ എല്ലാവരെയും കുറിച്ച് പറയാൻ പറ്റിയ ഏക പാപം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ പേരും കൂടെ പറഞ്ഞിച്ച് 2 കള്ളസാക്ഷ്യങ്ങളും കൂടെ ഒപ്പിച്ച് അങ്ങ് തുറന്നു വിട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നറിയാമോ? സമൂഹത്തിൽ പലരും രാജിവെക്കാൻ തന്നെ ഇടവരും. അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ്, ചിൽഡ്രൻ, be very careful. Let not your name be attached with any tag. മറ്റൊരു ടാഗുമായി നിങ്ങളുടെ പേര് അറ്റാച്ച് ചെയ്ത് നിങ്ങളുടെ നല്ല മനസാക്ഷിയെ പന്നലാക്കി കാണുവാൻ ഇടവരുത്. പറഞ്ഞു വരുത്, ഫ്ലൂയിഡിയൻ സൈക്കോളജി പറയുന്നത് 90% നമ്മുടെ നല്ല മനസാക്ഷി കടലിലെ വെള്ളത്തിൽ താണു കിടക്കുകയാണ്. 10% ഐസ്ബർഗ് തിയറി എന്ന് പറയും. ഒരു ഐസ് 90% വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു, 10% വെള്ളത്തിൽ മേളിൽ കിടക്കുന്നു. ആ 10% മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. 90% ഇതുപോലെ ഹ്യൂമൻ ബിഹേവിയർ ഒരാണിനും ഒരു പെണ്ണിനും ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മൾ അൺകോൺഷ്യസ് പാർട്ട് നമ്മളിലുണ്ട്. ആ അൺകോൺഷ്യസ് മേഖല എങ്ങനെ ഇടപെടാം, അതിനെയാണ് കൺട്രോൾ ചെയ്യണം, സൂക്ഷിക്കണമെന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഹലോ, ഗെറ്റിംഗ് മീ? നമ്മളുടെ
ഹാർട്ടിന് ഒരു 10-20% വെളിയിൽ കാണാൻ കഴിയത്തുള്ളൂ. ബാക്കി 90% ഹിഡൻ പാർട്ട് ഓഫ് കോൺഷ്യസ് മൈൻഡാണ്. ആ ഹിഡൻ പാർട്ട് ഏത് സമയത്ത് എങ്ങനെ അനിമാലിറ്റി ആയിട്ട് ബിഹേവ് ചെയ്യാം, ഹിറ്റ്ലറെ പോലെ ബിഹേവ് ചെയ്യാം, തമ്മാടിയെ പോലെ ബിഹേവ് ചെയ്യാം, മോസ്റ്റ് ബാഡായിട്ട് ബിഹേവ് ചെയ്യാം, ഏത് സമയത്തും എങ്ങനെ ബിഹേവ് ചെയ്യാൻ മനുഷ്യന് കഴിയും. അതുകൊണ്ടാണ് ഫ്ലൂയിഡ് ആൻഡ് സൈക്കോളജി പറഞ്ഞത് ഹ്യൂമൻ ബിഹേവിയർ ഈസ് കണ്ടീഷൻഡ് ദാറ്റ് ഈസ് ടു ബി കൺട്രോൾഡ് ബൈ എ ഫോഴ്സ്. ദാറ്റ് ഫോഴ്സ് വി പ്രേ ദാറ്റ് ഈസ് ഡിവൈൻ ഫോഴ്സ്. ദൈവത്തിന്റെ ശക്തിയാണ് നിങ്ങളെയും എന്നെയും. നമ്മൾ നല്ലവരായിട്ടാണോ നമ്മൾ ഇതുപോലെ പന്നലാകാഞ്ഞത്? ഹലോ, ദൈവം നമ്മളെ സൂക്ഷിച്ചുകൊണ്ട്, ദൈവം നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടാണോ? സോ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താണെന്ന് പറയാം, modern age there are certain influences that is transforming persons from one level to another level. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായ ഒരാളെ കുറിച്ചാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നത്. നൺ അതർ ദാൻ ആപ്പസ്റ്റൽ പോൾ. അദ്ദേഹത്തിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു, പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ദെയർ ആർ വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ. അദ്ദേഹത്തിന്റെ മൂഡും ഇമോഷൻസും ഒക്കെ വ്യത്യസ്തമല്ലായിരുന്നു, സ്റ്റേബിൾ ആയിരുന്നു. അദ്ദേഹം വേൾഡ് കോണ്ടെക്സ്റ്റിൽ ജീവിച്ചയാളാണ്, ഹ്യൂമൻ സെന്റേർഡ് ആയിരുന്നു. അതുകൊണ്ടാണ് പീഡിപ്പിക്കാൻ പോയത് ക്രിസ്ത്യൻസിനെ. എന്നാൽ അതിൽ നിന്ന് ബൈബിൾ സെന്റേർഡ് ആക്കി ദൈവം മാറ്റിയെടുത്തു. ഗോഡ്സ് വേ ഈസ് പെർഫെക്റ്റ്. ഹോശേയ-പ്രവചനം 14-9 ദൈവത്തിന്റെ വഴി തികവുള്ളതാണ്, നീതിമാൻ അതിലൂടെ നടക്കും. രൂപാന്തരപ്പെട്ട നീതിമാൻ ദൈവത്തിന്റെ വഴിയെ നടക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, കുഞ്ഞുങ്ങൾക്ക് പീഡിയാട്രിക് ലെവലിൽ, അഡൽട്സിന് യൂത്ത് ലെവലിൽ, പിന്നെ പ്രീ യങ്സ്റ്റേഴ്സിന് ആ ലെവലിലെല്ലാം മാറ്റങ്ങൾ വരണം. നമ്മുടെ പ്രായത്തിനനുസരിച്ച് മോഡേൺ ടെക്നോളജിയുടെ ഉപയോഗം കൊണ്ട് നാം പന്നലാകാതെ ദൈവത്തിന്റെ പെർഫെക്റ്റിന്റെ വഴിയിലൂടെ നാം സഞ്ചരിക്കണം. വേദപുസ്തകത്തിൽ 3-4 വഴികളുണ്ട്. 1 ഗോഡ്സ് വേ, 2 ഹ്യൂമൻ വേ, 3 നീതിമാന്റെ വഴി റൈച്ചസ് വേ, 4 വിക്കറ്റ് ക്രൂരന്മാരുടെ വിക്കറ്റ് ആളുകളുടെ വഴി. ഇങ്ങനെ വിവിധ വഴികൾ വേദപുസ്തകം പഠിപ്പിക്കുന്നതിൽ നിന്ന് നാം ഏത് വഴി തിരഞ്ഞെടുക്കണം? ദൈവത്തിന്റെ വഴിയെ തിരഞ്ഞെടുക്കണം. അങ്ങനെ ഓരോ വഴിയെയും കുറിച്ചും വേദപുസ്തകത്തിലെ വാക്യങ്ങൾ വായിച്ച് പ്രബോധിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് മുൻപോട്ട് പോകുന്നു. പൗലോസിനെയും അനന്യാസിനെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഒരു നാച്ചുറൽ ഹ്യൂമൻ റിയാക്ഷൻ ആണ് 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന 13-15 വാക്യങ്ങളിൽ. ഒരു നാച്ചുറൽ ഹ്യൂമൻ റിയാക്ഷൻ ആണ്. ചോദിക്കുന്ന, നീ ആരാ എന്നെ ഉപദ്രവിക്കുന്ന? ആരാ ഞാൻ? ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ ആരാണ്? ഒരു നാച്ചുറൽ റിയാക്ഷൻ ചോദിക്കണം. അപ്പോൾ നാച്ചുറൽ റിയാക്ഷന് ദൈവം മറുപടി പറയുകയാണ്, നീ ഉപദ്രവിക്കുന്നയാണ് ആയ യേശുവാണ് ഞാനെന്ന്. To change whom? Apostle Paul. I think Apostle പൗലോസിനെ accepted by everyone. എല്ലാവരും സ്വീകരിച്ചു അദ്ദേഹത്തിനുണ്ടായ മാറ്റങ്ങളെ. ഒരു വ്യക്തിക്ക് സുവിശേഷം കേട്ടാൽ, ദൈവകൃപയിലേക്ക് വന്നാൽ ധാരാളം സംഗതികളിൽ മാറ്റം വരേണ്ടതുണ്ട്. പ്രധാനമായും 2-3 തലങ്ങളിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ആ മാറ്റങ്ങളിൽ 1 ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ, 2 എക്സ്റ്റേണൽ ട്രാൻസ്ഫോർമേഷൻ, 3 കണ്ടിന്യൂസ് ട്രാൻസ്ഫോർമേഷൻ. ഇന്റേണൽ എന്ന് പറയുന്നതാണ് അകത്ത്. നേരത്തെ ദൈവദാസന്മാർ പറഞ്ഞതുപോലെ മനസ്സിന് വരേണ്ടുന്ന മാറ്റങ്ങളാണ് ഇന്റേണൽ. മനസ്സിനകത്ത് മാറ്റം കൊണ്ടുതരുവാൻ ആർക്ക് കഴിയത്തുള്ളൂ? ഹോളി സ്പിരിറ്റിനും വചനത്തിനുമേ കഴിയത്തുള്ളൂ. യുവർ വേർഡ്, ഡിവൈൻ വേർഡ് ഈസ് continuously existing in your mind, then your internal mind will be changing according to the influence of the Holy Spirit. പരിശുദ്ധാത്മാവിനെ മനസ്സിൽ വസിപ്പിക്കാതെ മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചാൽ ആർക്കും സാധിക്കുകയില്ല. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ വാസം ചെയ്യിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സ്വാധീനത്താൽ മനസ്സിന് മാറ്റങ്ങൾ വരണം. അങ്ങനെ മാറ്റങ്ങൾ വരുന്നതിനാണ് എന്ത് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ഇന്റേണൽ. എക്സ്റ്റേണൽ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പറഞ്ഞല്ലോ. ഞാൻ പറയാം, ഒറ്റ വാക്കിൽ പറയാം. ബാഹ്യമായ രൂപാന്തരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിന് അനുസൃതമായ ഒരു സദാചാര ബോധം ലോകത്ത് ജീവിക്കുന്നവർക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. അതനുസരിച്ച് വസ്ത്രധാരണം, അതനുസരിച്ച് ഈവൻ നമ്മളുടെ തലമുടി ചീകൽ വരെ, ബോഡി ലാംഗ്വേജ്. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ ഒരു ഫോട്ടോ, മരണസമയത്ത് ഒരു ഫോട്ടോ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയും ചതില് കയറി. ആ ഫോട്ടോയിൽ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാ തലമുടി മുകളിലോട്ടാണ് ജീവിക്കുന്നത്. എൻ്റെ ഫാദറിന്റെ ഫോട്ടോ നോക്കിയപ്പോഴും
എൻ്റെ ഫാദറിന്റെ ഫോട്ടോ ഈ തലമുടി. ഫാദർ 50-50 ആണ്, ഇവിടുന്ന് പകുതി ഇങ്ങോട്ടും പകുതി അങ്ങോട്ടും. ഞാൻ എൻ്റെ സമയത്ത് വന്നപ്പോഴോ 20 ഇവിടെയും 80 അങ്ങോട്ടും. ഇത് കഴിഞ്ഞ് എൻ്റെ മകൻ 13-14 വയസ്സായപ്പോഴോ എല്ലാ മുടിയും ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ചേഞ്ചസ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞ് എൻ്റെ ഗ്രാൻഡ് ഫാ, എൻ്റെ ഫാദർ, മീ ടു മൈ സൺ. സി 4 പേരിലും വന്നപ്പോഴത്തേക്കുണ്ടായ ചേഞ്ച് എന്താണ്? എൻ്റെ മകൻ ഈ കാലഘട്ടത്തിന്റെ പ്രോഡക്റ്റ് ആണ്. ഈ കാലഘട്ടത്തിൻ്റെതായിരിക്കുന്ന ചിന്തയിൽ നിന്നാണ് അവന്റെ ഹെയർ സ്റ്റൈല്. ഞാൻ ആരാണെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് എൻ്റെ ഹെയർ സ്റ്റൈൽ എൻ്റെ രീതിയിൽ. എൻ്റെ ഫാദറിന്റെ പീരീഡിൽ അത് ആ രീതിയിലായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫായുടെ രീതിയിലോ എല്ലാ ഹെയറും മുകളിലോട്ടൊറ്റ ചീപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ? ഇത് കാലഘട്ടത്തിന്റെ മാറ്റങ്ങളാ, സിവിലൈസേഷണൽ ചേഞ്ചസാ, കൾച്ചറൽ ചേഞ്ചസാ. അതുകൊണ്ട് ഈ ചെറുക്കൻ ഇങ്ങനെ തലമുടി ഈപ്പുന്നതിന്, ഈ പെങ്കൊച്ച് ഇങ്ങനെ തലമുടി ഇടുന്നത് പിശാചാണെന്നൊന്നും ആരും തെറ്റിക്കരുത്. മോഡേൺ കാലഘട്ടത്തിന്റെ മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങളിലൂടെ അവരെ നമുക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഫെയ്ത്ത് കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായ സ്റ്റൈലുകളും ഫാഷൻസും മാത്രമേ പറഞ്ഞു കൊടുക്കാവൂ. എങ്കിൽ അത് വളരെ നന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബാഹ്യമായ രൂപാന്തരത്തിനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ആന്തരിക രൂപാന്തരം, ബാഹ്യമായ രൂപാന്തരം. പിന്നെ കണ്ടിന്യൂസ് ആയിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ വേണം കേട്ടോ. നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴും 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴും കല്യാണം കഴിച്ചപ്പോഴും ഏജിന്റെ ഡിഫറെന്റ് ടൈമിങ്ങിൽ ഒരു മാറ്റങ്ങളും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി പെർമനന്റ് ചേഞ്ച് ഇല്ല. കണ്ടിന്യൂസ് ആയ പെർമനന്റ് ചേഞ്ചിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ 10 വർഷം മുമ്പുണ്ടായിരുന്ന സണ്ണി സാർ ആയിരിക്കരുത്. ഇന്ന് ബിജു പാസ്റ്റർ എന്നെ കാണുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് വേണം. ഞാനന്ന് വളരെ സ്റ്റിഞ്ചി ആയിരുന്നെങ്കിൽ, പിശുക്കനായിരുന്നെങ്കിൽ ഇന്ന് എന്താകാൻ പാടില്ല, കുറച്ചുകൂടെ ഞാൻ ജനറസ് ആകണം. ഞാൻ പറഞ്ഞ എന്താണെന്നറിയാമോ? ഓരോ വ്യക്തിക്കും കാലഘട്ടത്തിനനുസരിച്ച് ഏജ് പോകുന്നതനുസരിച്ച് കണ്ടിന്യൂസ് ആയിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം. ആ കണ്ടിന്യൂസ് ആയിരിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഇല്ലെങ്കിൽ സുവിശേഷം കൊണ്ടും ഗോസ്പൽ കൊണ്ടും കാര്യമായ ഇമ്പാക്ട് ആ വ്യക്തികൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മോഡേൺ കാലഘട്ടത്തിൽ ഡാർവിന്റെ എവല്യൂഷണറി തിയറി ഉണ്ടോ? പിന്നെയോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരിക്കുന്ന മെറ്റീരിയലിസത്തിന്റെ തിയറി ഉണ്ടോ? മെറ്റീരിയലിസം ഈസ് ഓൾസോ ഫെയിൽ ടു ആൻസർ ദി ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ഭൗതികവാദ സിദ്ധാന്തം മനുഷ്യനിലെ ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അതെന്നാ അവർ പരാജയപ്പെട്ടതെന്നറിയാം? മെറ്റീരിയലിസ്റ്റിക് ഫിലോസഫി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ഫിലോസഫി ഫെയിൽ ആയിരിക്കുന്ന. അവർ പറയുന്നത് ഗാഡ് ഈസ് ഡെഡ്, ദൈവം മരിച്ചു എന്നാ. അപ്പൊ ദൈവം ഒരിക്കലും ഉണ്ടായിരുന്നു, ദൈവം മരിച്ചു. ഗെഗലിൻ തിയറി പറയുന്നത്. ആ തിയറിയുടെ പ്രശ്നം എന്താണെന്നറിയാമോ? എപ്പോഴും നാച്ചുറൽ കലാമിറ്റി വരുന്നു. നാച്ചുറൽ കലാമിറ്റി എന്ന് പറഞ്ഞാൽ COVID-19 വന്നു, അതുപോലെ വെള്ളപ്പൊക്കം വരുന്നു, ഭൂമിയിലൊക്കെ ഉണ്ടാകുന്നു. ഇതിന് ആൻസർ ചെയ്യാൻ ഭൗതികവാദ സിദ്ധാന്തത്തിന് കഴിയത്തില്ല. ഇതിന് ആൻസർ പറയാൻ ഒരാൾക്കേ കഴിയൂ, ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് കഴിയത്തുള്ളൂ, വേദപുസ്തക പ്രമാണങ്ങൾക്ക് കഴിയത്തുള്ളൂ. നാച്ചുറൽ കലാമിറ്റി, ഡിസാസ്റ്റേഷൻ. നമുക്കറിയാം സയൻസ് പരാജയപ്പെട്ടത് COVID-19 ആയിരക്കണക്കിന് ജനങ്ങളല്ലേ ചത്തൊടുങ്ങിയത്. ന്യൂയോർക്ക് ന്യൂസ് പേപ്പറും ന്യൂ ജേഴ്സിയിലും ഒക്കെ ഒരു ദിവസം 40,000 50,000 പേര് ഓൾഡ് ഏജ് ആളുകൾ തീർന്ന പത്രവാർത്ത ഞാൻ വായിച്ചാണ്. ഇന്ത്യയിൽ കുറച്ചുകൂടെ കുറവായിരുന്നു. പറഞ്ഞ താല്പര്യം എന്താണെന്നറിയാം? ഇതൊരു സോപ്പ് വെള്ളത്തിൽ കഴിയാൻ മതിയെന്ന്. പ്രകൃതി ലയിച്ച് ചേർന്ന അന്തരീക്ഷത്തിൽ ഇതിന്റെ ഫ്രീക്വൻസി നിലനിൽക്കുന്നതിനെ പെർഫ്യൂം, അതിനെ കില്ല് ചെയ്യുന്ന പെർഫ്യൂംസ് ഉണ്ട്, അല്ലെങ്കിൽ കെമിക്കൽ ഇതുണ്ട്. അത് സ്പ്രേ ചെയ്തതിന്റെ ലെവൽ കുറച്ചു കൊണ്ടുവരാമെന്നുള്ള കണ്ടുപിടുത്തങ്ങൾ വന്നപ്പോഴത്തേക്ക് വലിയൊരു കൂട്ടം ജനം മരിച്ചുപോയി. ഞാൻ പറഞ്ഞത് മെറ്റീരിയലിസ്റ്റിക് സയൻസിന്, ഭൗതികവാദ സിദ്ധാന്തങ്ങൾക്ക് ജീവന്റെ പരിരക്ഷണയും ജീവന്റെ കണ്ടിന്യൂഷനെയും കുറിച്ച് പറയാൻ, ആധികാരികമായി പറയുവാൻ പരാജയപ്പെട്ടപ്പോൾ പരാജയപ്പെടാത്ത ഒന്നേ ഉള്ളൂ. ഏത് ഫുൾ ഓഫ് ലൈഫ്. ബട്ട് ഐ കെയിം ടു ദ വേൾഡ് ടു ഗീവ് യു ഫുൾ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഐ കെയിം ടു ദ വേൾഡ് ടു ഗീവ് യു ലൈഫ്. ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി തരുവാനും അത്രയും ഞാൻ ഭൂമിയിലേക്ക് വന്നത് എന്ന് പറഞ്ഞ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അപ്പൊ ലൈഫിന്റെ ഒരു സമൃദ്ധി തരുവാൻ ആർക്ക് കഴിയത്തുള്ളൂ? യേശു ക്രിസ്തുവിനും വേദപുസ്തകത്തിനും മാത്രമേ കഴിയത്തുള്ളൂ. കാര്യം നമ്മുടെ ശരീരത്തിലെ ഓരോ ലിവിങ് സെല്ലിലും ലൈഫ് ഉണ്ടെന്നും
ആ ലൈഫിനെ ഫോം ആയിരിക്കുന്നത് ദൈവത്തിന്റെ ബ്രീത്തിൽ നിന്നാണെന്നും ആ ബ്രീത്ത് നിന്ന് പോയാൽ അതിന്റെ പേര് ശവമെന്നും ഒക്കെ പഠിപ്പിക്കാൻ കഴിയുന്നത് വേദപുസ്തകത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഫ്രൂയിഡിയൻ സൈക്കോളജി ഉണ്ടോ, പോസ്റ്റ് മോഡേൺ തിങ്കിങ് ആയിരിക്കുന്ന ട്രൂത്ത് ഇല്ല, എല്ലാം മിമിക്രിയാണ്. ലോകമേ ഒരു മിമിക്രിയാണ്. ട്രൂത്ത് ഏകപക്ഷീയമാണ്. അതായത് ഒന്നിലധികം സത്യമുണ്ട്. ആര് പറയുന്നത് സത്യമാണ്, പലര് പറയുന്നതിൽ നിന്ന് ഏകസത്യം തിരിച്ചെടുക്കണം എന്നൊക്കെ പറയുന്ന വാദഗതികളിൽ നിന്നും അവരുടെ വസ്ത്രധാരണങ്ങളിൽ നിന്നും അവരുടെ പെരുമാറ്റങ്ങളിൽ നിന്നും സിനിമയെയും മദ്യത്തെയും പിന്നെ ലഹരികളെയും വ്യഭിചാരങ്ങളെയും നീതീകരിക്കുന്ന ആധുനിക ജീവിതശൈലിയിൽ നിന്നാണ്. ഹലോ, ആധുനിക ജീവിതശൈലിയിൽ നിന്ന് അവയെ സംശയാസ്പദമായി സ്കെപ്റ്റിക്കലായി കണ്ടുകൊണ്ട് വേദപുസ്തകം പറയുന്ന, തിരുവചനം പറയുന്ന ലൈഫ്, ഐ കെയിം ടു ദിസ് വേൾഡ് ടു ഗീവ് യു ലൈഫ് ആൻഡ് അബണ്ടന്റ് ഓഫ് ലൈഫ്, ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരുവാനും കടന്നു വന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ തികവുള്ളവരായി പോകുവാനാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ഒരു സ്റ്റോറിയുടെ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം. മേ ബി 1 or 2 minutes നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ. എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ പ്രഭാഷണം കേട്ട് ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടായാൽ ആ സംശയത്തിന്റെ കാരണക്കാരൻ ഞാനാണ്. ഞാൻ പോയി കഴിഞ്ഞിട്ട് ജോസഫ് പാസ്റ്ററോട് ചോദിക്കുകയാണ്, ജോസഫ് പാസ്റ്റർ, ആ പാസ്റ്റർ ഒന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായി എന്ന് പറഞ്ഞ് ഞാൻ ക്രിയേറ്റ് ചെയ്ത സംശയത്തിന് ജോസഫ് പാസ്റ്റർ ഉത്തരം പറയാൻ കഴിയത്തില്ല. ഞാൻ ക്രിയേറ്റ് ചെയ്ത സംശയത്തിന് ഞാൻ തന്നെയായിരിക്കണം ഉത്തരവാദിത്വം പറയേണ്ടത്. ലിയോ ടോൾസ്റ്റോയ് എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ്, ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. അദ്ദേഹം റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു സ്റ്റോറി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്. ഒരു യങ് മാൻ ഒരു വീക്കെൻഡിൽ, ലോങ് വീക്കെൻഡിൽ, ഈ വെള്ളി ശനി ഞായർ വീക്കെൻഡാണ് ലോങ് വീക്കെൻഡ് എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് റഷ്യൻ കോണ്ടക്സ്റ്റിൽ എഴുതപ്പെട്ട നറേറ്റഡ് ആയിരിക്കുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. വീക്കെൻഡിൽ അദ്ദേഹം അൺഎക്സ്പെക്റ്റഡ് ആയി തൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സ്ഥലം പോലെ ഫോറസ്റ്റ് ബെൽറ്റ് ആയിരിക്കുന്ന ഏരിയയാണ്. കടന്നു പോകുന്ന സമയത്ത് ആരുമില്ല, താൻ ഒറ്റയ്ക്കാണ് കടന്നു പോകുന്നത്. കുറച്ച് ദൂരം ഇന്റീരിയർ പ്ലേസിലൂടെ, റിമോട്ട് പ്ലേസിലൂടെ കിടന്നപ്പോൾ പെട്ടെന്ന് ഒരു 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 ബീർ, ഒരു കരടി ചാടി വന്നു. appeared in front of him with a terrible voice and terrible attack. He cried out and began to run. അദ്ദേഹം cried out ചെയ്ത് began to run. അദ്ദേഹം ഓടിപ്പോകാൻ തുടങ്ങി. കരടിയെ കണ്ട നിങ്ങൾ എന്തോ ചെയ്യും, അവിടെ നിന്ന് കഥ പറയുമോ? ഇല്ലല്ലോ. അദ്ദേഹം റൺ ഔട്ടായി. അപ്പൊ ഈ കരടി എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവസാനം ഓടി ഓടി ഇദ്ദേഹത്തിന് സ്ഥലമൊന്നും കിട്ടിയില്ല. അദ്ദേഹത്തിന് ഒരു പൊട്ടക്കിണർ കണ്ടു. ഈ മനുഷ്യൻ എന്ത് ചെയ്തു, പൊട്ടക്കിണറിലേക്ക് ഇറങ്ങി. ആരാണ്? ഈ യങ് അഡൽട്ട് മാൻ. പൊട്ടക്കിണറിലേക്ക് ഇറങ്ങി 3-4 തൊടി ഇറങ്ങിയപ്പോൾ കരടി ഒന്ന് മേളിൽ നിൽക്കാൻ തുടങ്ങി. ശ്വാസം ഓടിയ ശ്വാസം പൊട്ടക്കിണറിന്റെ ആ തൊടിയിൽ ഇരുന്നുകൊണ്ട് ശ്വാസം വിട്ടു. ശ്വാസം വിട്ടപ്പോൾ കണ്ട 2-3 കാഴ്ച നിങ്ങൾക്കറിയണം എന്താണ്. ഒന്ന്, താഴെ വലിയ വലിയ പാമ്പ്, വലിയ വിഷപ്പാമ്പ് വായും തുറന്ന് പട്ടിണി കിടന്ന് ഇര തേടിയിരിക്കുകയാണ്. ആര്? ഈ യങ് ബോയ് എവിടെയാണ്? കിണറിന്റെ നടുക്ക്. താഴെ പാമ്പ് വാ തുറന്നിരിക്കുകയാണ്. ഈ ഫോൾസ് ഡൗൺ ദേ വിൽ സോൾവ്. കരയുടെ മേളിൽ, കിണറിന്റെ മേളിൽ ആരാണ്? കരടി ഇരിക്കുകയാണ്. താൻ തൊടിയിൽ ഇരിക്കുകയാണ്. തൊടിയിൽ ഇരുന്നപ്പം ആ കിണറ്റിനകത്തൊരു ഉണങ്ങിയ ഒരു വട്ടച്ചെടി, ആ വട്ടച്ചെടിയുടെ വേരെ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നോക്കിയപ്പം ആ വട്ടച്ചെടിയുടെ വേരിന്റെ അടുത്ത് തേനീച്ച കൂടുവയ്ക്കുന്നു. തൻ്റെ കൈ കൊണ്ട് തേനീച്ചയെ മാറ്റി തേൻ അല്പം ഫിംഗറിൽ എടുത്ത് വായിൽ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെ പാമ്പ്, മേളിൽ കരടി. തൊട്ടടുത്ത് പിടിച്ചേക്കുന്ന ഉണക്കവട്ടയുടെ വേര് വീഴും. താഴോട്ട് പോകാനൊക്കത്തില്ല, മേളിലോട്ട് പോകാനൊക്കത്തില്ല. അതിനുശേഷം ലിയോ ടോൾസ്റ്റോയ് പറയുകയാണ്, Who will save him? Who will save him? This is the condition of post-modern generation. നല്ല ഫുഡുണ്ട്, എല്ലാ വീട്ടിലും നല്ല ഫുഡുണ്ട്. താഴോട്ടിറങ്ങി ചെന്നാൽ വലിയ പാമ്പുകളാണ്, അധോലോകമാണ്.
മേളിലോട്ട് കയറി ചെന്ന വന്യമൃഗങ്ങളാണ്. ഹൂ വിൽ സേവ് ഹിം? ഈ മനുഷ്യനെ ആര് രക്ഷിക്കും? അതിന്റെ ഉത്തരവും അവിടെ തന്നെയുണ്ട്. An external hunter will have to come. ഒരു വേട്ടക്കാരൻ വരണം. ആ ഫോറസ്റ്റിൽ ഒരു വേട്ടക്കാരൻ വരണം. തൂക്കുമായി വേട്ടയ്ക്ക് വരുന്ന ഒരാൾ വരണം. ആ വേട്ടക്കാരൻ വന്നാൽ ഇദ്ദേഹത്തിന്റെ നിലവിളി കേട്ട് കരടിയെ വെടിവെക്കും. കരടി ഓടിപ്പോകും, അല്ലെങ്കിൽ കിൽഡാകും. അതിനുശേഷം നിലവിളി കേട്ട് ഈ മനുഷ്യനെ കണ്ടാൽ ആ വേട്ടക്കാരന് പാമ്പിനെ വെടിവെക്കാൻ കഴിയും. അതിനുശേഷം ഏതെങ്കിലും രീതിയിൽ ഈ വ്യക്തിയെ കിണറ്റിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. ആധുനിക മനുഷ്യൻ, ഇന്നത്തെ പോസ്റ്റ് മോഡേൺ മാൻ ഈസ് ഇൻ ദ സെയിം കണ്ടീഷൻ. ദേ ഹാവ് ഗുഡ് ഫുഡ്, ഹണി, നല്ല ഫുഡ്, ബെസ്റ്റ് ഫുഡ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ എല്ലാ ഫുഡും കഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലഘട്ടം. പക്ഷേ താഴെ അധമ പാതാളവും മുകളിൽ ശത്രു വെല്ലുവിളിക്കുമ്പോൾ ഹൂ വിൽ കം ടു സേവ് ഹിം? അതിന് മറുപടിയാണ് ആ വേട്ടക്കാരൻ ആരാണെന്ന് അറിയാം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന മുകളിൽ, ഭൂമിയുടെ മുകളിൽ ഉണ്ടായിരുന്ന മാനവരാശിയും പൈശാചിക ശക്തികളെയും ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ഇടിവിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ചതിന് ശേഷം പാതാളത്തിൽ ഇറങ്ങിപ്പോയി അവിടെയും സുവിശേഷം പറഞ്ഞ് സ്വർഗത്തിലേക്ക് കയറി വന്ന ഈ യേശു ക്രിസ്തുവാണ് നമ്മുടെ റെഡീമർ എന്നാണ് ലിയോ ടോൾസ്റ്റോയി ആ നറേഷൻ സ്റ്റോറിയിൽ പറഞ്ഞത്. ഞാൻ എൻ്റെ വാക്കുകളെ 2 മിനിറ്റ് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഞാൻ ഇതുവരെ പറഞ്ഞത് വാട്ട് ഈസ് ലെവലിംഗ് അപ്പ്. ലെവലിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ ആശയപരമായും ചിന്താപരമായും ഉപദേശപരമായും ക്രിസ്തീയ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേരിയസ് ലെവലുണ്ട്. ആ ലെവലിൽ നിന്ന് ഏക ലെവലിലേക്ക്, സമനിലയിലേക്ക് എത്തുവാനുള്ള തിരിച്ചറിവും ഉത്സാഹവുമാണ് ലെവലിംഗ് അപ്പ് എന്ന സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞത് തിയറീസും ഉണ്ട്. ഇന്ന് നിലനിൽക്കുന്ന ഒരു തിയറിയുണ്ടും മനുഷ്യന്റെ രക്ഷയെ, മനുഷ്യൻ്റെതായിരിക്കുന്ന ലൈഫിന്റെ ഘട്ടങ്ങളെ കുറിച്ച് ആൻസർ ചെയ്യാൻ കഴിയത്തില്ല. ആൻസർ ചെയ്യാൻ കഴിയുന്ന ഏക തിയറി എന്ന് പറയുന്നത്, ഏക തിയറി ബൈബിളാണ്, ട്രൂത്ത് ആണ്, റെവലേഷൻ ആണ്, ജീസസ് ആണ്. മൂന്നാമത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അതിന് ഉദാഹരണം പറഞ്ഞ അപ്പോസ്തലനായ പൗലോസിന്റെ മാറ്റമാണ് ഞാൻ ചെറുതായിട്ടൊന്ന് പരാമർശിച്ച് വിട്ടത്. നാലാമത് ഞാൻ ഇവയെല്ലാം കൂടെ മനുഷ്യൻ, ആധുനിക മനുഷ്യൻ, അത്യാധുനിക മനുഷ്യൻ എന്നൊരു ഡിസ്ട്രക്ഷന്റെ നടുവിലാണ്. അവനെ രക്ഷിക്കാൻ ഒരാൾക്ക് കഴിയത്തുള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ഒരു ഡിവൈൻ പേഴ്സന് മാത്രമേ ഇന്നത്തെ കറ്റാസ്ട്രഫിയെ, നിങ്ങൾക്കറിയാം വാർ എത്രയാണ്? വാർ ഇപ്പം നടക്കുന്ന ഏതെല്ലാം രാജ്യത്താണ്? പിന്നെയോ ഈ കറ്റാസ്ട്രഫി, പ്രകൃതി ദുരന്തങ്ങൾ എവിടെയാണ് നടക്കുന്നത്? ഏതെങ്കിലും രാജ്യത്ത് പീസ് ഉണ്ടോ? നമ്മൾ കരയുന്ന ട്രോളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഗാസയിലും മറ്റു സ്ഥലങ്ങളിലും. പറഞ്ഞതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? അനാർക്കിയിലേക്കും അരാജകത്വത്തിലേക്കും നിരാശയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷിക്കാൻ ആർക്ക് കഴിയത്തുള്ളൂ? ഒരു ഡിവൈൻ ഓർഡറിന് കഴിയത്തുള്ളൂ. അദ്ദേഹത്തിന് മാത്രമേ ഫുൾ ലൈഫ് തരാൻ കഴിയത്തുള്ളൂ. ആ ഫുൾ ലൈഫിലേക്ക് പ്രവേശനം കിട്ടുവാൻ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ലെവലിംഗ് അപ്പ്, എവിടൊക്കെയാണ് നമുക്ക് വീക്ക്നെസ് എന്ന് തോന്നിയാൽ അവിടെയെല്ലാം രൂപാന്തരം വന്നവരായി നാം ദൈവത്തിന് വേണ്ടി നിലനിൽക്കണം എന്നതാണ് എൻ്റെ ഏറ്റവും പ്രധാനമായ സന്ദേശം. നമുക്കെല്ലാം ഈ പൊട്ടൻഷ്യല് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ പേരിന് വേണ്ടിയിട്ടല്ല, നെയിം സേക്കിന് വേണ്ടിയിട്ടല്ല. ഞാനിത് പറയുമ്പോൾ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി തങ്ങളുടെ ആരോഗ്യം, തങ്ങളുടെ സ്വത്ത്, തങ്ങളുടെ സമ്പാദ്യം, തങ്ങളുടെ തലമുറകളെയൊക്കെ വിട്ടുകൊടുത്ത അനേക ഭക്തന്മാരുടെ ബയോഗ്രഫി എൻ്റെ മുമ്പിലുണ്ട്. അവയൊന്നും എടുക്കുന്നില്ല, സമയമെടുക്കുന്നില്ല. നമുക്ക് വാസ്തവമായും പേരിന് വേണ്ടി നിൽക്കുന്നവരാകരുത്. എസൻസും ഉണ്ടായിരിക്കണം. മാംഗോ എന്ന് പറയുകയെ, മാംഗോയുടെ പേരുണ്ട്, പക്ഷെ എസൻസ്, പേരയ്ക്കയുടെ എസൻസ് ആണെങ്കിൽ, പാവയ്ക്കയുടെ എസൻസ് ആണെങ്കിൽ ഗുണമൊന്നുമില്ല. നമ്മൾ ദൈവമക്കളാണ് എന്നും നമ്മൾക്ക് പേരുണ്ടെങ്കിൽ നാം ആര് തന്നെയായിരിക്കണം? ദൈവമക്കൾ തന്നെയായിരിക്കണം. നെയിം പോരാ, സസ്പിഷൻ പോരാ, എസൻസിൽ നമുക്ക് തുടരാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുൻപോട്ട് പോകാം.
അതിനായി നിങ്ങൾക്ക് കൃപ നൽകട്ടെ, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകട്ടെ. ഈ ഇതുപോലെയുള്ള സെമിനാറുകൾ ഇനിയും നടത്തി വേദശാസ്ത്രപരമായ വിശ്വാസ പ്രമാണങ്ങളെ വ്യക്തതയോടെ ധരിപ്പിക്കുവാൻ കർത്താവിന്റെ ദാസന്മാർ കടന്നു വന്ന നിങ്ങളെ പഠിപ്പിക്കട്ടെ. നല്ലൊരു ജനറേഷൻ പടയാളികളെ ഒരുക്കിയെടുക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇതിലേക്ക് വിളിച്ച സഹോദരങ്ങളോട്, പ്രത്യേകിച്ച് ബ്ലസൻ തോമസ് ആൻഡ് their ministry, Professor Reggie, I remember him too right now. മറ്റ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പാസ്റ്റേഴ്സ് ഞാൻ ആദ്യം പറഞ്ഞു, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ആർക്കെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം?